ഗുഡ് മോർണിംഗ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നും പണിക്ക് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ട കൂട്ടുകാർക്ക് അറിയണം. നമുക്കിപ്പോൾ പറമ്പിൽ നമ്മുടെ ഏലക്കായ് വിളവെടുക്കും, അതേപോലെ തന്നെ നമ്മുടെ കുരുമുളകൊക്കെ പഴുത്തത് നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ എത്തിയിട്ട് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവിടുന്ന് നന്നായിട്ട് ചൂടാൻ ശേഷം നമുക്ക് കഞ്ഞിക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കണം. അതേപോലെ നമുക്കിന്ന് തോരൻ വെക്കാൻ വേണ്ടി നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഒരു അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാട്ടോ ഈ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഈ ഒരു ചെടിയിൽ മാത്രമല്ല എല്ലാത്തിനും ഇതാട്ടോ അവസ്ഥ നോക്കി. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇന്നലെ സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്തതല്ല ഗൈസ്, നോക്കി നല്ല തണുപ്പായിട്ട് ഇതിൽ പിടിക്കുക, ഐസ് കട്ടയിൽ പിടിക്കുന്ന ഫീലാണ്. ഫുള്ളിങ്ങനെ മഞ്ഞുതുള്ളി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആ ഒരു മഞ്ഞുതുള്ളി ഇങ്ങനെ വെള്ളം പോലെ ഒഴുകാൻ തുടങ്ങി. അത്രയും ഫോഴ്സിലായിട്ടൊന്നുമില്ല, നല്ല മഞ്ഞ് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്ന ആ ഒരു ജനലിലായാലും ജനലൊക്കെ ഫുള്ള് ഇങ്ങനെ നനഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ മഞ്ഞുതുള്ളി ഇങ്ങനെ വന്ന് പിന്നെ ഫുള്ള് ഇങ്ങനെ ഇറ്റിട്ട് താഴേക്കാനായിട്ട് ഫുള്ളൊരു തണുപ്പായതുകൊണ്ട് ഇന്നലെ നല്ല തണുപ്പ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നോക്കി അതിൻ്റെ ഭാഗമായിട്ട് നോക്കി എല്ലാ ഇലകളിലും ഉണ്ട്. അതുപോലെ ഇലകളുടെ അടിയിലേക്ക് വരെ അത് സ്പ്രെഡ് ആയിട്ടിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ പ്രഭാതം നമുക്ക് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇന്നലെ പിന്നെ തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ നോക്കി വെള്ളം ഒഴുകുന്ന രീതിയിലാട്ടോ മഞ്ഞിങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുന്നത്. സൈഡിലുള്ള ഈ ഓരോ മഞ്ഞുള്ളി ഇങ്ങനെ വന്ന് ഇറ്റിറ്റ് വീണ് കിടക്കുന്നത് നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബാട്ടോ നമുക്ക് രാവിലെ തരുന്നത്. ഈ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ഗാർഡനിൽ പോയാലും നല്ല മഞ്ഞുള്ളിലേക്ക് കയറ്റിട്ട് ഓരോ പൂക്കളായാലും നന്നായിട്ട് തണുത്ത് മരച്ചിരിക്കുമായിരിക്കും കേട്ടോ കുറച്ച് ടൈം വരെ. രാവിലെയൊക്കെ നടക്കാൻ പോകുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ പറമ്പിലൊക്കെ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. നമ്മുടെ ഹെൽത്തും അല്ല അടിപൊളിയാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കൂടെ നടക്കുമ്പോൾ എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇവിടെ കാടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നടക്കുകയും കൂടി ചെയ്യാമല്ലോ. വന്നത് ഈ ഒരു ആശാന തേടിയാട്ടോ. അപ്പോൾ നോക്കിയാൽ മേളിൽ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കളഞ്ഞ് നിൽക്കുന്നുണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരെണ്ണം നോക്കിയിട്ട് പറിച്ചെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇത് ഒരുപാട് വർഷത്തെ പഴക്കമൊന്നുമില്ല കേട്ടോ ഈ ഒരു മരത്തിന്. ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് അത്യാവശ്യം വിളവൊക്കെ കിട്ടാറുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിന് ആയിട്ട് നമുക്ക് ഇത് പുറത്തൊന്നും കപ്പളങ്ങ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. എപ്പോഴും നമുക്ക് ഇതിൽ ഉണ്ടാവും കേട്ടോ കപ്പളങ്ങ. അത് കായ്ക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി ഒരെണ്ണം നല്ല ഇത് തന്നെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം പലതും പല സൈസായിട്ട് നിൽക്കുന്നത്. മേളിലേക്ക് കുറച്ചുകൂടി ഒന്ന് മൂക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നോക്കി ഒരെണ്ണം പൊട്ടിച്ചെടുക്കും. ആ ഒരു കപ്പളങ്ങ മരത്തിൻ്റെ ചെടി, അതായത് ആ ഒരു മരം ഒരുപാട് ഹൈറ്റിൽ പോവാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പ് വെച്ച് നമുക്ക് കുത്തിയെടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നല്ലോണം വലുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാനിപ്പോൾ പറിക്കുന്നില്ല, കാരണം ഇത് നമുക്ക് നന്നായിട്ട് മൂത്തുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് പഴിപ്പിക്കാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും ആവശ്യമില്ല, പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഞാനിതാ തൊട്ടപ്പുറത്തുള്ളതുണ്ടോ, അപ്പോൾ അതാട്ട് ഞാനിപ്പോൾ കുത്തിയിടാൻ വേണ്ടി പോണത്. ഗായ്സ്, പക്ഷേ ഇതാ നമ്മൾ പ്രതീക്ഷിച്ചതല്ല കേട്ടോ വീണത്. നമ്മൾ ഉദ്ദേശിച്ചത് വേറെ ആണെങ്കിലും വീണത് എനിക്ക് കിട്ടിയത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കേട്ടോ. പക്ഷെ അതും അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേത് എടുക്കുന്നില്ല, കാരണം അതും അത്യാവശ്യം വലുപ്പമുണ്ട്. എനിക്ക് നന്നായി ഉദ്ദേശം എന്തായാലും താഴെ വേണ്ടിലേക്ക് നമുക്ക് പഴുപ്പിക്കാൻ വേണ്ടി നമ്മൾ നിർത്തി പറഞ്ഞിട്ടില്ല, അത് നമുക്കിങ്ങ് പറിച്ചെടുക്കാം കേട്ടോ. കാരണം നമുക്കിവിടെ ഒരുപാട് കിളികളൊക്കെ ഉണ്ട് പറഞ്ഞില്ല. കിളികളായാലും ഒരുപാട് സംഭവങ്ങളുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളിനി വരുമ്പോൾ ഇത് ഇവിടെ ഉണ്ടാവണം എന്നില്ല, കാരണം നന്നായിട്ട് മൂത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പഴുക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നും പറ്റിയില്ല കേട്ടോ, കാരണം ഒരുപാട് ഹൈറ്റിൽ നിന്നല്ലല്ലോ വീഴുന്നത്. മാത്രമല്ല താഴെ ഫുള്ള് മണ്ണാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പോറിൽ വെൽക്കാതെ നമുക്കിതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പഴുപ്പിക്കുകയും ചെയ്യാം. ഇത് നമുക്ക് ഞാൻ മേളിൽ നിന്ന് ഇത്ര സൈസ് ഉണ്ടെന്ന് തോന്നിയില്ല കേട്ടോ. പക്ഷെ താഴേക്ക് കൈ കിട്ടിയപ്പോൾ കുറച്ചുകൂടി വലുപ്പമുള്ള പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതന്നെ ധാരാളം. നോക്കി നമ്മൾ ഈ കപ്പളങ്ങ പറിച്ചു കൊണ്ടുപോകുകയാണെന്ന് ചോദിക്കുകയാണെന്ന് അറിയില്ലാട്ടോ. നോക്കി കിളികൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ കിളികൾ. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബേർഡ്സ്, നമ്മൾ വല്ല എന്താ പറയുക പക്ഷികളുടെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ പോയൊരു ഫീലാണ്. രാവിലെ നമുക്ക് പറമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറുതും വലുതായിട്ട് ഒത്തിരി കിളികളാട്ടോ. നമുക്ക് അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് നല്ല രസമാട്ടോ. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകണം. അതേപോലെ തന്നെ ഒരു നമ്മുടെ ഇവിടെ കപ്പളങ്ങാന്നാട്ടോ കൂടുതലും പറയാനുള്ളത്. പിന്നെ പല സ്ഥലങ്ങളിലേക്കും കറുവത്തുങ്കായ, അതുപോലെ തന്നെ ഓമയ്ക്ക, അങ്ങനെ കുറേ പേരുകളുള്ളൊരു ആശാനായിട്ടത്. മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇങ്ങനെ പഴിപ്പിക്കുകയും ചെയ്യാം, നമുക്ക് തോരനും വയ്ക്കാം. പിന്നെ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ നോക്കി ഇപ്പോൾ കറി വെക്കാൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറമ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ കറി വെക്കാനും തോരൻ വെക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലും കാണാതിരിക്കില്ല കേട്ടോ. അത് നമ്മുടെ ഒരു ലക്ക് തന്നെയാണ്. അതേപോലെ കിട്ടിയാശാനാണിത്. അപ്പോൾ നമുക്ക് ഇതിനും കൂടി നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. പറമ്പിൽ നിന്ന് നന്നായിട്ട് കറി ഒഴുകിയിട്ട് നമുക്ക് നേരെ കറി ഒന്ന് കഴുകി കളഞ്ഞിട്ട് തോരൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം.
പുറത്തുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചോറ് നന്നായിട്ട് തിളച്ച് മറിയോട്ടെ ഇവിടെ ചോറ് വെന്തിട്ടുണ്ടെങ്കിൽ നോക്കിയപ്പോൾ നമുക്ക് ചോറൊന്ന് വാർക്കാം. നന്നായിട്ട് നല്ല രീതിയിൽ തീ കത്തുള്ളതിൽ ചെറിയൊരു വിറക് മാത്രമേ ഞാൻ പൊരിച്ചുള്ളൂ. എനിക്ക് നന്നായിട്ട് തിളച്ച് മറിയിട്ട് അപ്പോഴത്തേനും നമ്മുടെ ചോറത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വാരട്ടെ. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടികൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ചേച്ചിമാരൊക്കെ ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയപ്പോഴാണ് നമ്മൾ ഇന്നലെ പറിച്ചിട്ടുള്ള നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മിഷനിൽ പോയിട്ട് മെതിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെതിച്ചിട്ട് വന്നിട്ടുള്ള കുരുമുളക് നമുക്കിപ്പോൾ നേരെ തരാം. കാരണം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെയിൽ ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെയിലൊക്കെ ചൂടൊക്കെ ആയി തുടങ്ങിയ അവസ്ഥയ്ക്ക് നമുക്ക് എന്നാലും നന്നായിട്ട് നിരത്തിയിടാം. അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ മഞ്ഞളൊക്കെ പുഴുങ്ങിയിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കഴിച്ചപ്പോൾ ഈ ഒരു ലെവലിലാട്ടപ്പോൾ ആയിട്ടുള്ളത് ഒന്ന് ഉണങ്ങി തുടങ്ങി. എന്നാലും ഉള്ളു ഉണങ്ങണേ ഉള്ളൂ കേട്ടോ. കാരണം അധിക ദിവസം ആയിട്ടില്ലല്ലോ നമ്മളിപ്പോൾ ഇട്ടിട്ട്, ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും ഒരു 3-4 ദിവസത്തെ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ മായമില്ലാത്ത മഞ്ഞൾപ്പൊടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഉണങ്ങി വരുമ്പോഴത്തേനും എത്ര ഉണ്ടാവും എന്ന് അറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 കിലോ ഒക്കെ ഉണക്കുമ്പോൾ നമുക്ക് 1 കിലോ, അതായത് 5 കിലോ പച്ചയ്ക്ക് 1 കിലോ ആ ഒരു രീതിയാണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ആ രീതിയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ലൈവായിട്ട് തന്നെ. കാരണം നമ്മൾ പറിച്ചതും അതേപോലെ തന്നെ പുഴുകിയൊരു ടൈമിലായാലും മൊത്തം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കിനി ഉണങ്ങുമ്പോഴും കൂടി നോക്കാം. അപ്പോൾ ഞാനിവിടെ ആട്ടോ വെച്ചിട്ടുള്ളത് നമ്മുടെ കുരുമുളക് ചാക്കിലാക്കിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ മെഷീൻ, അതായത് കുരുമുളക് മെതിച്ചെടുക്കുന്ന മെഷീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാട്ടോ മെതിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മളിത്, അതായത് വെയിൽ വരാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ നേരത്തെ കയറ്റിയിട്ടിട്ടുണ്ടെങ്കിലും നേരെ നിരത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വെയിലൊന്ന് വന്ന് വെയിൽ ചൂടായിട്ട് നിരത്തുവാണെങ്കിൽ നമ്മൾ ഇട്ടാലും കുറച്ച് പ്രയോജനം ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഒന്ന് വെയിൽ വന്നിട്ട് നിരത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റെഡിയായി വീട്ടിൽ എല്ലാ പണികളും ചെയ്തു. അപ്പം എന്നാലും പോണതിന് മുന്നേ നമുക്ക് നിരത്തി ഇടുകയാണെങ്കിൽ വരുമ്പോഴത്തേനും ഏകദേശം ഒന്ന് സെറ്റാകുമല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിക്കിയൊക്കെ ഇട്ട് കൊടുക്കണം. അതായത് ഉള്ളത് ഇളക്കി കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം അങ്ങനെ പച്ചയായിട്ട് കിടക്കും. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇവിടുത്തെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഷീറ്റോ കാര്യങ്ങളൊന്നും വിരിക്കുന്നില്ല. കാരണം ഒരു പൊടിയോ കാര്യമോ ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ മഞ്ഞൾ ഉണക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടിച്ച് നല്ല സെറ്റാക്കിയിട്ടില്ല. അതുകൊണ്ട് പൊടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുരുമുളക് കെട്ട കഴിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ മുളകുണ്ടെങ്കിൽ നമ്മൾ കാല് വെച്ച് ചവിട്ടിയിട്ട് തന്നെയാണ് ശരിയാക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് പറിക്കുമ്പോൾ അത്യാവശ്യം മുളക് ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് കുറേ ടൈം എടുക്കും നമ്മൾ ഈ കാല് വെച്ച് ചെയ്യുമ്പോൾ. നോക്കി ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് തരിയൊന്നുമില്ല. അതാ ഇതുപോലെ ഇടയ്ക്ക് ഓരോ ആ ഒരു ഇതൊക്കെ തിരിയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്തായാലും മുളക് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പേറ്റി എടുക്കുമല്ലോ. ആ സമയത്ത് നമ്മളിതെല്ലാം കളഞ്ഞ് നല്ല അടിപൊളി നമ്മുടെ അട്ടപ്പാടി കുരുമുളകാക്കി മാറ്റുന്നു. സെക്കൻഡ് കൊണ്ടൊക്കെ കേട്ടോ നമുക്ക് പെട്ടെന്നാണ് ഒരു മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് മെതിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് മെഷീനിൽ വെച്ചിട്ട് മെതിക്കുന്നതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളും ഫുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മുടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ നമ്മൾ മുളക് കുറച്ചിട്ടുള്ളൂ. ആ ഒരു ടൈമിലാണ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരെ കണ്ടോട്ടോ. കാരണം ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ആവുന്നത് ഒരുപാട് ഗുണമുള്ളൊരു വീഡിയോ തന്നെ കേട്ടോ. അത് നമ്മൾ പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി വെച്ചുകൊണ്ട് ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ആവി കയറുമല്ലോ പെട്ടെന്ന്. ഈ ഒരു ബ്ലേഡ് നമ്മുടെ കാട് വെട്ടാനൊക്കെ നമ്മുടെ പറമ്പിൽ യൂസ് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ. അപ്പോൾ ആ കാട് വെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്ലേഡ് ആട്ടത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ കുറേ യൂസ് ചെയ്തിട്ട് നമുക്ക് മൂർച്ച എല്ലാം പോയി കുറേ വർഷം പഴക്കമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നിരത്താനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അതൊക്കെ ഒരേ ലെവലിൽ നമുക്ക് നിരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് കട്ടിക്കൊന്നും ഇടാതെ അത്യാവശ്യം നൈസായിട്ടാണ് നമ്മളിപ്പോൾ ഇടുന്നത്. കാരണം ഇപ്പം നമ്മൾ പറിച്ച് തുടങ്ങിയിട്ടല്ലേ. അതുകൊണ്ട് നമുക്കിപ്പോൾ ടെറസിൻ്റെ മേളിൽ വിശാലമായിട്ട് ഇടാം കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെയും കുറച്ചൊന്ന് തിക്കായിട്ട് എടുത്ത് വരിക. അപ്പോൾ ഗൈസ് ഞാൻ എന്നാൽ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ തൊട്ടടുത്തൊരു ഓൾദർ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വിശേഷങ്ങൾക്കായിട്ട് അടുത്ത വീഡിയോസിലൂടെ കാണാം.